ഞാനും നിങ്ങളുടെ എല്ലാവരെയും പോലെ പ്രസംഗം അല്ലെങ്കിൽ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യാൻ വന്ന ഒരു വ്യക്തി മാത്രമാണ്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി സ്പീച്ചൊന്നും പ്രതീക്ഷിക്കരുത് ആദ്യം തന്നെ. ഓക്കെ, റെഡിയാണോ? അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടൈം എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു നിത്യേന ഒരുപാട് നമുക്ക് ആവശ്യമുള്ള നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കുറേ ചെയ്യുന്നുണ്ട്. നമ്മൾ ടൈം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മുടെ ടൈമും എനർജിയും ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണോ അത് മനസ്സിലാക്കുക, അതിനെപ്പറ്റി അവെയർ ആവുക. അങ്ങനെ അവെയറായിട്ട് ആ ഒരു എഫക്റ്റീവ് ടൈമിൻ്റെയും എനർജിൻ്റെയും യൂസേജ് കൂട്ടിക്കൊണ്ടിരുന്നിട്ട് ഇൻഎഫക്റ്റീവായിട്ടുള്ള ടൈമിൻ്റെയും എനർജിൻ്റെയും യൂസേജ് പതുക്കെ ഇല്ലാതാക്കുക. അപ്പോൾ ഒരു എഫക്റ്റീവ് ലൈഫിലേക്കുള്ള റൂട്ടാണ് ടൈമിനെയും എനർജിനെയും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. ഒരാൾക്ക് ബേസിക്കായിട്ട് ഉള്ള രണ്ട് റിസോഴ്സാണ് ടൈം ആൻഡ് എനർജി. ടൈം ടിക്ക് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എനർജി അതേ, നമുക്ക് ഒരു ദിവസം റിസർവ്ഡ് എനർജി ഉണ്ട്. അതായത് രാത്രി പ്രോപ്പർ സ്ലീപ്പ് കിട്ടിയാൽ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വർക്കുകളിൽ മുഴുകിയാൽ വൈകുന്നേരം കഴിയുമ്പോൾ ആ എനർജി ഇത്ര ഉണ്ടായിരുന്നതെങ്കിൽ അത് കുറഞ്ഞ് സീറോ ആവും. പിന്നെയും ആ സ്ലീപ്പിലൂടെയും ഭക്ഷണത്തിലൂടെയും റെസ്റ്റിലൂടെയും എനർജി വീണ്ടും ഗെയിൻ ആവും. അതേപോലെ തന്നെ ഈ ടൈമും അതേപോലെ തന്നെ ഒരു ദിവസം ഒരു പകൽ ടൈം നമുക്ക് കിട്ടും. രാത്രിയാണെങ്കിൽ റെസ്റ്റിന് പോകണം. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് ഒരു 12+6 ഒരു 18 മണിക്കൂറാണ് ഡെയിലി കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് നമ്മൾ എനർജി ഫില്ല് ചെയ്യുന്നത്. മനസ്സിലായോ? ആ ടൈമിൽ നമ്മൾ ഊർജ്ജം ഫില്ല് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുക? ഓക്കെ, നമുക്ക് വേറൊരു ഇപ്പോൾ ടൈമിൻ്റെയും എനർജീൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ടൈമിൻ്റെയും എനർജി ഈ ടൈമിലേക്ക് എനർജി നമ്മൾ ഊർജ്ജം ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഡെയിലി എന്നുള്ള രീതിയിൽ ഏതൊരു ഹ്യൂമൻ ബീയിങ് ആയാലും നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ജനിച്ചത് മുതൽ ഒരു 3 വയസ്സ് വരെ നമ്മൾ ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തേക്കൊന്നും വരുന്നില്ല. ചിലപ്പം എന്തെങ്കിലുമൊക്കെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തതായി, പക്ഷേ ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ 3 വയസ്സ് മുതൽ ഒരു 5 വയസ്സാകുമ്പോഴാണോ നമ്മൾ സ്കൂളിലേക്ക് ചേരുന്നത്? എത്രാം ക്ലാസ്? 5 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 6 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ്സിൽ ചേരും. അവിടെയും അപ്പോൾ 3-ാം ക്ലാസ്സിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെയും ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മളൊന്നും പുറത്തേക്ക് കൊടുക്കുന്നില്ല. നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഡെയിലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേണ്ടി സംസാരിക്കുന്നുണ്ട്. നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് വേണം, ആ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അല്ലാതെ പ്രൊഡക്റ്റീവായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ 3 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിപ്പ് നിർത്തിയോ? ഇല്ല, ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 10 കഴിഞ്ഞിട്ട് പിന്നെ +2, ഡിഗ്രി, ബിടെക്, എംടെക്, അതുവരെ നമ്മൾ ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മൾ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയ, നിങ്ങൾ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ ടെക്നോളജി നമ്മളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ആവുന്നുണ്ട്, ഇൻഫർമേഷൻ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുക്കുന്നതാണ്. അപ്പോഴും ഒരു ബാലൻസ് അവിടെ കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് ഇൻഫർമേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ലേണിംഗ് ഫേസിലാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക, ഒരു ഡിഗ്രി കഴിയുന്നത് വരെ ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ജോലി നേടുക. അതിന് ശേഷം ജോലി നേടിയതിന് ശേഷം സാലറി കിട്ടുക. ആ കിട്ടിയ സാലറി ഉപയോഗിച്ചിട്ട് ബില്ല് പേ ചെയ്യുക. ആ ഒരു സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നോർമൽ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഉള്ളിലേക്ക് എടുത്ത ഇൻഫർമേഷൻ എടുത്തിട്ട് ബ്രെയിനിൻ്റെ ഉള്ളിൽ പ്രോസസ്സിങ് നടക്കും. അതാണ് തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ എടുത്തു, 2 ഇൻഫർമേഷൻ എടുത്തു, ഈ ബുക്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്തു, വേറെ ബുക്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്തു. ആ ഇൻഫർമേഷൻ എല്ലാം കൂടി എടുത്തിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഏതെല്ലാം രീതിയിൽ പറ്റും എന്നുള്ളത് ചിന്തിക്കും. അങ്ങനെയാണ് ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഉള്ളിലേക്കുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് എന്നും ചിന്തിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ചിന്തിക്കുന്നതാണ് തിങ്കിങ്. അത് ഓവറായിട്ടുള്ള സിറ്റുവേഷനാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ് എക്സ്ട്രീം ലെവലിലേക്ക് പോയാൽ നമുക്ക് ഉറക്കം വരെ കിട്ടില്ല. രാത്രി ചിന്തിക്കും. കാരണം ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല, ആ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് ബാലൻസ് ഒരു ഹെൽത്തി ലൈഫിന് നമുക്ക് അത്യാവശ്യമായിട്ട് വരും. അതായത് ഉള്ളിലേക്ക് എടുക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സിസ്റ്റം, ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായ? അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ
ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഓവർ തിങ്കിങ് പ്രശ്നം അല്ലെങ്കിൽ കൺസ്യൂമർ ലൂപ്പിലേക്ക് ഇങ്ങനെ കൺസ്യൂമർ ലൂപ്പിൽ അഡിക്റ്റായിട്ട് അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റിൽ കുടുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസം എത്ര ടൈം യൂട്യൂബിൽ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ആ കൺസ്യൂം ചെയ്ത കണ്ടൻറ്റൊക്കെ ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത്, അതൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ. ഈ ഒരു കൺസ്യൂമർ അഡിക്ഷൻ നിന്ന് ഒഴിവാക്കാനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ മതിയാവും. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? സിംപ്ലി ജേണലിങ് ചെയ്താൽ, എന്തെങ്കിലും റൈറ്റ് ചെയ്താൽ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ കേട്ടു, ഓൾറെഡി പ്രോസസ്സ് ചെയ്തിട്ട് അതിനൊരു ഐഡിയ ജനറേറ്റ് ചെയ്യണ്ടേ. ഐഡിയ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മളെ വരുന്ന പോയിന്റുകളൊക്കെ എഴുതി വെച്ചാൽ ആ തോട്ടെല്ലാം നോട്ട്ബുക്കിലായി. ഒരു സിസ്റ്റമായിട്ട് റെക്കോർഡ് ചെയ്തു, മനസ്സിലായില്ലേ? ആ നോട്ട്ബുക്ക് പിന്നെ നമ്മൾ സെക്കൻഡ് ബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഇൻഫർമേഷൻ എല്ലാം ഈ തലേൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സെക്കൻഡ് ബ്രെയിൻ ആയിട്ടുള്ള ഈ നോട്ട്ബുക്കിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ നോട്ട് ചെയ്തു. നമുക്ക് എപ്പോൾ റെഫർ ചെയ്യണോ ആ പോയിന്റിൽ ആ നോട്ട്ബുക്കിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് വീണ്ടും എടുക്കാം, അത് വീണ്ടും പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ അക്വയർ ചെയ്ത ഇൻഫർമേഷൻ അങ്ങനെയല്ല നമ്മൾ നോട്ടിലേക്ക് എടുക്കുന്നത്, അത് പ്രോസസ്സ് ചെയ്തതിൻ്റെ ശേഷം അതുകൊണ്ടുള്ള പോസിബിലിറ്റീസും കൂടിയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊരു പ്രൊഡക്ഷനാണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ് നോട്ടിൽ എഴുതിയേക്കുക എന്നുള്ളത്. ഇതിൻ്റെ വേറൊരു വേർഷനാണ് നമ്മൾ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. യൂട്യൂബ് കണ്ടൻറ്റ്, അതായത് നമ്മൾ ഇൻഫർമേഷൻ എടുത്തു, അത് നമ്മളായിട്ടുള്ള ഒരു പ്രോസസ്സിങ് നടത്തിയതിൻ്റെ ശേഷം ആ ഒരു ഔട്ട്പുട്ട് ഒരു യൂട്യൂബ് കണ്ടൻറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അതൊരു യൂസ്ഫുൾ ഇൻഫർമേഷനായിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പ്രോസസ്ഡ് ഐഡിയ ഉണ്ടല്ലോ, ആ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആ ഐഡിയ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ഏത് ഐഡിയയിലാണോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഐഡിയ ഉപയോഗിച്ചിട്ട് അവർക്ക് ആ ഒരു ഐഡിയ ബിൽഡ് ചെയ്ത് വളർത്താൻ കഴിയും. അതാണ് ഈ ഒരു നമ്മൾ സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് എപ്പോഴെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ അതിന് മണി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്വാളിറ്റി കൂടും. ഒരു ദിവസം ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തു, ആ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിൽ സെറ്റ് വർദ്ധിക്കും. രണ്ടാമത്തെ ദിവസം വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തു, അപ്പോൾ കുറച്ചും കൂടി സ്കിൽ സെറ്റ് വർദ്ധിക്കും. അതിൻ്റെ കൂടെ ഒരു പ്രോഡക്റ്റും കൂടി വരികയാണ്. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് വേറൊരാൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതിനൊരു 100 ദിവസം കൊണ്ട് 100 പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഓരോ ദിവസം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മളെ സ്കിൽ പതുക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 100ാമത്തെ ദിവസം ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടാവും? ചിലപ്പോൾ ആ ക്വാളിറ്റി ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പം ആർക്കെങ്കിലും നല്ല ഉപകാരത്തിൽപ്പെട്ടിരിക്കും ആ ഒരു പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു കണ്ടൻറ് ആയിക്കോട്ടെ, ചില കണ്ടൻറ്റ് അടിയിലുള്ള കമൻറ്റ് വായിച്ചാൽ കണ്ണ് നിറഞ്ഞു പോകും. കാരണം എന്താ, ഈ ഒരു കണ്ടൻറ്റാണ് എൻ്റെ ലൈഫിൽ ചേഞ്ച് ചെയ്തത്, ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫ് മൊത്തം മാറി എന്നുള്ള കമൻറ്റുകളൊക്കെ കേൾക്കും. പിന്നെ ഇപ്പോഴത്തെ വേറെ കമൻറ്റ് കാണിച്ചത് അലി അബ്ദാൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട്. അയാളുടെ വീഡിയോൻ്റെ അടിയിൽ ഞാൻ വായിച്ചൊരു കമൻറ്റാണ്. അലി അബ്ദാലിനോട് ഒരു വ്യൂവർ പറയാണ്, എന്താ പറയണത്, അലി അബ്ദാലെ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, നിങ്ങൾ എത്രയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത്. മനസ്സിലായോ? നിങ്ങൾ എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഒരു എക്സാക്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല. കാരണം അലി അബ്ദാലിൻ്റെ ആ മൈൻഡ് ഉള്ളിലേക്ക് പ്രോസസ്സ് ചെയ്തു. മൂപ്പരെന്തോ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു യുണീക്ക് ഐഡിയ ഉണ്ടായി. ആ ഐഡിയ ഉപയോഗിച്ചിട്ട് ഒരു കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ഓൾറെഡി അലി അബ്ദാലിൻ്റെ മൈൻഡിലുള്ള ഒരു ഐഡിയ ആണ്. ആ അലി അബ്ദാലിന് വാല്യൂ ഇല്ല, അലി അബ്ദാലിൻ്റെ ചുറ്റുള്ള ഒരു ഇമ്മീഡിയറ്റ് സൊസൈറ്റിക്കും വാല്യൂ ഉണ്ടാവില്ല ഒരു പക്ഷേ അത് ഷെയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ലോകത്തിൽ ഏതെങ്കിലും ഒരു കോർണറിൽ നിൽക്കുന്ന ഈ ഒരു ഐഡിയനെ പറ്റി ഒരു ധാരണയില്ലാതെ ഇങ്ങനെ ലൈഫിനെ പറ്റി ചിന്തിക്കാമെന്ന് ഒരു ബോധമില്ലാത്ത ആൾക്കാർ ആ കണ്ടന്റ് കാണുമ്പോൾ അതൊരു ഗോൾഡൻ പീസ് ആയിരിക്കും. അപ്പോൾ നമ്മളെ ഏതൊരു അറിവായാലും, ഇപ്പം മിന്നുവിൻ്റെ മാനേജ്മെൻറ്റ് അറിവായാലും ഫിദുവിൻ്റെ ഖുറാൻ എങ്ങനെ മെമ്മറൈസ് ചെയ്യുക എന്നുള്ള അറിവായാലും നുഹ ടെക്നോളജി എങ്ങനെ ലൈഫിലേക്ക് ഇംപ്ലാൻ്റ് ആയി, ടെക്നോളജി എത്രത്തോളം മനുഷ്യ സൊസൈറ്റിനെ സ്വാധീനിച്ചു, മനുഷ്യൻ്റെ ഡെയിലി ലൈഫിൽ എത്രത്തോളം ടെക്നോളജി ഇൻറ്റഗ്രേറ്റഡ് ആയി എന്നുള്ളൊരു എക്സാമ്പിൾ സഹിതം നുഹ പറഞ്ഞല്ലോ. ആ ഒരു അറിവും അതിന് ബിൽഡ് ചെയ്തിട്ടില്ല. ആ ഒരു അറിവ് ഷെയർ ചെയ്താൽ തന്നെ അതിന് യൂസ്ഫുള്ളായിട്ടുള്ള, അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യൂവേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നദമോള് അല്ലാന്നുണ്ടെങ്കിൽ മഹമ്മൂദ്, നിങ്ങൾ പറയുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് മഹമ്മൂദിന് ഒരു തോട്ട് പ്രോസസ്സ് ചെയ്യാം, ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ മഹമ്മൂദിൻ്റെ പ്രായത്തിലുള്ള 1,000,000 ആൾക്കാരുണ്ടാവും ഇവിടെ ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം. നമ്മൾ ഐഡിയ ഉള്ളിലേക്ക് എടുത്ത ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങളെ യുണീക്ക് ഐഡിയ ആയത് പുറത്തേക്ക് ഷെയർ ചെയ്യുമ്പോൾ
അതിൻ്റെ ഒരു വില, അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഞാൻ നിരന്തരം കേൾക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. കമൻറ്റിലൊക്കെ വെരി ഹെൽപ്ഫുൾ എന്നാണ് വരുന്നത്. പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല. എൻ്റെ മനസ്സിൽ ഇത് ഒരിക്കലും ഹെൽപ്ഫുൾ ആവില്ല എന്നുള്ളൊരു മൈൻഡാണ്. കാരണം എനിക്കുള്ളൊരു അറിവ് അതിനിപ്പോൾ എന്താ വില ഉള്ളത്. പോയി ഷെയർ ചെയ്യുമ്പോൾ ഒരു എൻ്റയർ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു ടീം ഓഫ് ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർക്കിത് വളരെയധികം യൂസ്ഫുൾ ആകുമ്പോൾ നമ്മളിതുവരെ കൺസ്യൂം ചെയ്തിട്ടുള്ള കണ്ടൻറ്റിൻ്റെയും അതിൽ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്നിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കി ആ ഒരു ഔട്ട്പുട്ടിൻ്റെ വാല്യൂ അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുമെന്നാണ് മണി ഉണ്ടാവുന്നത്, പൈസ ഉണ്ടാവുന്നത്. നമ്മൾ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രത്തോളം പൈസ കിട്ടും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും കൺസ്യൂം ചെയ്യുന്നത് ഒരുപാടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടത്തിലേക്ക് പോകും. മനസ്സിലായോ? നമ്മളിപ്പോൾ കൺസ്യൂമർ അഡിക്ഷൻ ഉണ്ടല്ലോ, ഒരുപാട് ഡിജിറ്റൽ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫോൺ വാങ്ങുക, നല്ല പുതിയ ടെക്ക് വന്നാൽ അത് കാണുക, നല്ല സ്മാർട്ട് വാച്ച് വന്നാൽ അത് വാങ്ങുക, എല്ലാം വാങ്ങി കൂട്ടാനുള്ളൊരു തരാം. പക്ഷേ ഉണ്ടാക്കുന്നില്ല. ഇപ്പം മറ്റുള്ള ആരെങ്കിലും ഉണ്ടാക്കിയത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ മൊബൈൽ ഫോൺ വന്നാൽ ആ പുതിയ മൊബൈൽ ഫോൺ വാങ്ങാനൊരു പൂതി, പുതിയ കാറ് വന്നാൽ ആ കാറ് വാങ്ങി ഉപയോഗിക്കാൻ പൂതി. പക്ഷേ അതെല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്നത് പോലെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഡക്റ്റും കൺസ്യൂം ചെയ്യാം. ഈ കൺസ്യൂമർ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഒന്നില്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടൻറ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഡക്റ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാം. ഈ കൺസ്യൂം ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടിയാൽ അവിടെ ഡെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡെറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി കടം. ഈ കൺസ്യൂം ചെയ്യുന്നത് കുറച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആവറേജ് ബേസിക് നീഡ് വേണ്ടിയിട്ട് മാത്രം കൺസ്യൂം ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും കൂട്ടാൻ നോക്കിയാൽ അതിനുള്ള സ്കില്ല് കൂടും ചെയ്യും. അറ്റ് എ പോയിന്റിലെത്തിയാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്വാളിറ്റിയും സ്കിൽ സെറ്റും വർദ്ധിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിനൊരു പെർട്ടിക്കുലർ ക്വാളിറ്റി വരും. ആ ക്വാളിറ്റി ആർക്കെങ്കിലും ഉപകാരപ്പെടാതെ ഇരിക്കില്ല. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള കണ്ടൻറ്റാണ് അത് ഈ പ്രൊഡക്ഷൻ സ്കില്ല് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡാണ് ഒരു കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രൊഡക്റ്റായി മാറി. അങ്ങനെ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്ത് അത് പിന്നെ ഫിസിക്കൽ പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്കില്ല് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് എന്തായാലും വിജയം ഉണ്ടാവും. നമുക്ക് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നോ നമ്മളെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളെ മണി മേക്കിംഗ് പവറും കൂടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ പോയി ജോലി ചെയ്യാന്നുണ്ടെങ്കിലും ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, അതിനെ ഹെൽപ്പ് ചെയ്യണം, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം നമ്മളെ സ്കില്ല് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വലിയൊരു ഓർഗനൈസേഷൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ. ഒരു വലിയ ഓർഗനൈസേഷൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയ പാർട്ടാണ് നമ്മൾ. അതിന് പകരം നമ്മൾ തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിന് ഇൻകം പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഒരു യുണീക്ക് ഐഡിയ ഉണ്ടാവും. നമ്മളെ ഇമ്മീഡിയറ്റ് സൊസൈറ്റിയിലെ പ്രോബ്ലംസ് ചിലപ്പം ആ പ്രോഡക്റ്റ് കൊണ്ട് സോൾവ് ആവുന്നുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടത് നമ്മുടെ ടൈം ആൻഡ് എനർജി, ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിസോഴ്സ് ആയിട്ടുള്ള ടൈം ആൻഡ് എനർജി മാനേജ് ചെയ്യാൻ നോക്കുക. ടൈമിനെയും എനർജിനെയും ഇനെഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഹാബിറ്റ്സ് എല്ലാം ഒഴിവാക്കുക. അതിൽ ഒന്നാമത്തെ മെയിൻ ഹാബിറ്റാണ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റിയാൽ ലൈഫ് എഫക്റ്റീവ് ആക്കാൻ കഴിയും. ആ ടൈമിലേക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കണ്ടൻറ്റുകൾ ഫില്ല് ചെയ്യുക, ഡിസ്ട്രാക്ഷൻ ലെസ് കണ്ടൻറ്റുകൾ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ഈ ടൈമിലേക്ക് കൺസംഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ടൈം ആൻഡ് എനർജി എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് എങ്ങനെ ഒരു ഹൈ പെർഫോമിങ് ഫാമിലി കൾച്ചർ ഉണ്ടാക്കുക എന്നുള്ളൊരു പോയിന്റിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഒരു ടൈം ആൻഡ് എനർജിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് മാത്രം ഒതുങ്ങിപ്പോയി ഞാൻ എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ടൈം എനർജി എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രൊഡക്ടിവിറ്റിയിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും, ആദ്യത്തെ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും, ആദ്യത്തെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹാബിറ്റാക്കി എങ്ങനെ മാറ്റാൻ പറ്റും, ഹാബിറ്റാക്കിയിട്ട് അവസാനം ഒരു കസ്റ്റമർക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലേക്ക് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്കില്ല് ഉയർത്തിയിട്ട് ആദ്യത്തെ നമ്മളെ കസ്റ്റമർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ കസ്റ്റമർ ലവിങ് പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മെയിൻ ടോപ്പിക്ക് സെൽഫ് ഡെവലപ്മെൻറ്റും പ്രൊഡക്ടിവിറ്റിയാണ്. നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, സെൽഫ് ഡെവലപ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യാം, സെൽഫ് ഗ്രോത്ത് എങ്ങനെ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭാവിയിലുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ, അതായത് നിങ്ങൾ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് എൻ്റെ ചോദ്യം.